ഹായ്, എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയായിരുന്നു. അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ കൂടുതലും തമിഴന്മാരായിരുന്നു. അതുപോലെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അറിയാലോ, പൊതുവേ ഈ നോർത്ത് ഇന്ത്യൻസിന് നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻസിന് പ്രത്യേകിച്ച് മലയാളികളെ കണ്ടാൽ എന്തോ വലിയ ചതുർഥി കാണുന്ന പോലെയാണ്. അവരെപ്പോഴും നമ്മളിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കും, പുച്ഛിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കഴിവുകളോ മറ്റു പ്രതിഭകളോ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് താഴെയായിരിക്കും അവരുണ്ടാവുക. പക്ഷേ എന്തോ ഒരു കോംപ്ലക്സിൻ്റെ പുറത്ത് അവർ നമ്മളെ ഒരുമാതിരി ഒരു രണ്ടാംകിട പൗരന്മാരായിട്ട് കാണുകയും എപ്പോഴും കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അധിക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും ഇരിക്കുകയും ചെയ്യുമായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഇജാസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ഡൽഹിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും എന്നെ കേൾക്കിച്ച്, അതിലത്തെ ഒരു മലയാളിയാണല്ലോ, അപ്പോൾ എന്നെ കേൾക്കിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്നെ മലയാളികളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. മലയാളികൾ അങ്ങനത്തെവരാണ്, മലയാളികൾ ഇങ്ങനത്തെവരാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മളൊരുമാതിരി ഒരു പുച്ഛത്തോട് മാത്രമേ അദ്ദേഹം സംസാരിച്ച് ഞാൻ കേട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളൊരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ അവിടുന്ന് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ ഒരു സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമയാണ്, മഹാസമുദ്രം എന്ന സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ രംഗങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ലാലേട്ടൻ നോക്കിക്കൊണ്ട് ഇയാളിങ്ങനെ ഒരുപാട് കളിയാക്കിക്കൊണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ അടിക്കുന്നുണ്ട്. ലാലേട്ടൻ ഇയാളൊക്കെ എന്താണ്, ഇയാളുടെ മുഖത്തോട്ട് നോക്കിയാൽ ഒരുപാട് പുള്ളിയും കുത്തും മുഖക്കുരുവൊക്കെ ആയിട്ട് വളരെ വികൃതമായൊരു മുഖമാണ് ഇയാളുടേത്. ഇയാളുടെ തടി നോക്കിയാൽ എന്താ അത് തിമിംഗലം പോലെ ഇരിക്കുന്നുണ്ട്. ഇയാളൊക്കെ എന്ത് നടനാണ് ഇയാൾക്ക് ഒരു സ്റ്റാറാണോ, ഇയാളൊക്കെ ഒരു സിനിമാ നടനാണോ, ഇയാളാണോ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ലാലേട്ടൻ ആ സിനിമയിൽ ഫുട്ബോൾ മാച്ചൊക്കെ കളിക്കുമ്പോൾ ഇയാൾ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആവർത്തിച്ച് ഇയാളിങ്ങനെ മോഹൻലാലിനെ കുറിച്ച് നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാനിതൊന്നും കാര്യമാക്കാണ്ട് ഞാൻ എൻ്റെ പാട്ടിന് പോട്ടെ, അയാൾ എന്താ വെച്ചാൽ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അയാൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ മലയാളികൾ ഈ മോഹൻലാലിനെ ഇങ്ങനെ തലയെ കയറ്റി വെക്കുന്നത്? എന്താണ് അയാൾക്ക് ഉള്ളത്? അയാൾക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വളരെ നല്ലൊരു നടനാണ് മോഹൻലാൽ. ഒരുപാട് അസാധ്യമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു നല്ല പ്രതിഭയുറ്റ ഒരു നടനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ഹോംലി ഫിഗറാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരാളെപ്പോലെയാണ്. ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ സിനിമ നല്ലതോ ചീത്തയാവട്ടെ ഞങ്ങൾ പോയി കാണും, അത് ഞങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് നടൻ, ഈ മോഹൻലാലിന് എന്ത് അഭിനയ പ്രതിഭയാണുള്ളത്? അയാൾ ഈ ചെയ്യുന്ന റോളുകളൊക്കെ ഞങ്ങൾക്ക് ആർക്കും വേണം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ബോളിവുഡിലെ ഏറ്റവും ചീപ്പസ്റ്റ് സ്റ്റാർ വരെ ചെയ്യും ഇതിന് നന്നായിട്ട് അയാളുടെ ക്യാരക്ടേഴ്സൊക്കെ. എന്താ വലിയ പ്രത്യേകത ഉള്ളത്? അയാൾ ഇത്രമാത്രം ഒരു കഴിവുള്ള ഒരാളാണോ എന്നൊക്കെ തിരിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോഹൻലാൽ അഭിനയിച്ച എല്ലാ റോളും നിങ്ങളുടെ ബോളിവുഡിലെ നടന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഉറപ്പാണോ എന്ന് ചോദിച്ചു. ആ, ഉറപ്പാണ്. താങ്കൾ ഏത് ക്യാരക്ടർ വേണമെങ്കിലും പറഞ്ഞോളൂ, അത് അതിലും ഭംഗിയായിട്ട് വേറെ നടന്മാർ ചെയ്യും. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ. നാളെ ഞാൻ നിങ്ങൾക്ക് ഒരു സിനിമയുടെ DVD കൊണ്ടുതരും. നിങ്ങൾ ആ DVD വീട്ടിൽ പോയിരുന്ന് കാണണം. മുഴുവൻ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്നോട് പറയണം, ആ റോള് നിങ്ങളുടെ ബോളിവുഡിൽ ഏത് നടൻ ചെയ്യും, ആര് ചെയ്താലാണ് ആ റോള് ഇത്രയ്ക്ക് പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഓക്കെ, എന്താ നാളെ കൊടുന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു DVD കൊണ്ടുപോയി കൊടുത്തു. മോഹൻലാലിൻ്റെ ആ ഇടെ ഇറങ്ങിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഇപ്പോഴും എൻ്റെ ഓൾ ടൈം മോഹൻലാലിൻ്റെ ഫേവറേറ്റ് മൂവീസ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നൊരു മൂവിയുടെ DVD ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അത് വാങ്ങിയിട്ട് അയാൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരു മലയാള ഫിലിം കാണേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ DVD വാങ്ങിക്കൊണ്ട് പോയി. ഞാൻ 2 ദിവസം ഞാൻ ചോദിച്ചു, എന്തായി, നിങ്ങൾ പടം കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയാണ്, കാണാൻ എനിക്കെന്തൊരു മൂഡില്ല, മലയാള ഫിലിമൊക്കെ ഇപ്പോൾ ആരാ ഇപ്പോൾ സമയം മെനക്കെടുത്തി കാണുന്നത് എന്ന് അയാൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണൂ, നിങ്ങൾ എന്തായാലും നമ്മൾ തമ്മിലൊരു പന്തയം വെച്ചതല്ലേ, നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് അയാൾ ആ സിനിമ വീട്ടിൽ നിന്ന് കാണാൻ തയ്യാറായി. പിറ്റേ ദിവസം ഞാൻ ഓഫീസിലിങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾ ഓഫീസിലേക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കയറി വന്നത്. വന്ന പാടെ അയാളുടെ ബാഗ് അയാളുടെ മേശപ്പുറത്തേക്ക് കണ്ട് ഇട്ടിട്ട് ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നജിമുദ്ദീൻ, ഐ എം എക്സ്ട്രീംലി സോറി ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ് യു മലയാളീസ് ആൻഡ് യുവർ ഓൺ മോഹൻലാൽ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടു, നിങ്ങൾ എനിക്ക് തന്ന ആ DVD ഞാൻ കണ്ടു, ഞാനും എൻ്റെ ഫാമിലിയും കണ്ടു, ഞങ്ങൾ ഞെട്ടിപ്പോയി. അസാധ്യ പ്രകടനം, ഞെട്ടിപ്പോയി. ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല ഈ റോള് ബോളിവുഡിൽ ഏത് നടനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളത്. എത്ര തലപുകഞ്ഞാലോചിച്ചിട്ടും ഇതേ പെർഫെക്ഷനോട് കൂടി ഇതിൻ്റെ ഏതാണ്ട് ഒരു അടുത്ത് നിൽക്കുന്ന ഒരു കൃത്യതയോട് കൂടിയിട്ട് ഈ റോള് ചെയ്യാവുന്ന ഒരു നടൻ പോലും ബോളിവുഡിലില്ല. പറ്റില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറെ ഒരു നടനും ഒരു ഭാഷയിൽപ്പെട്ട നടനും ഈ റോൾ ചെയ്യാൻ സാധിക്കില്ല. അത്രയും അസാധ്യമായിട്ടുള്ള പെർഫോമൻസാണ് മോഹൻലാൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഹീ ഈസ് റിയലി ഗ്രേറ്റ്, ഹീ ഈസ് റിയലി എ ലെജൻഡ്.
ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, സോറി, ഞങ്ങൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആ ലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ കഴിവ് മനസ്സിലായതെന്ന്. അൾട്ടിമേറ്റ്ലി ഈ സംഭവത്തിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും കാലം മോഹൻലാലിനെ പുച്ഛിച്ചുകൊണ്ടിരുന്ന ആ ഒരു മനുഷ്യൻ വലിയൊരു ലാൽ ഫാനായി മാറി എന്നുള്ളതാണ്. പിന്നെയും എന്നോട് ചോദിച്ചറിഞ്ഞ് ഒരുപാട് മോഹൻലാൽ സിനിമകൾ തപ്പിപ്പിടിച്ച് അദ്ദേഹം കാണുകയും അപ്പോൾ എനിക്ക് അതിൻ്റെ റിവ്യൂസ് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മലയാള സിനിമകളെ വളരെയധികം ഒരു മോശമായി കണ്ടിരുന്ന, മലയാള സിനിമ കാണുന്നത് പോലും എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് ചിന്തിച്ചിരുന്ന ആ ഒരു വ്യക്തി ഇന്ന് മലയാള സിനിമകളുടെ ഒരു ആർഡൻ ഫാനാണ്. മിക്ക നല്ല മലയാള സിനിമകളും എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ട് പുള്ളി അത് സംഘടിപ്പിച്ച് തിയേറ്ററിലോ DVD ആയിട്ടോ അല്ലെങ്കിൽ OTTയിലോ പുള്ളി ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. തൻ്റെ ഒരു ഹേറ്ററിനെ പോലും തൻ്റെ വലിയൊരു ഫാനാക്കി മാറ്റാനുള്ള ഒരു മാജിക്കൽ പവർ നമ്മുടെ ലാലേട്ടന് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ആ സിനിമ, അല്ലെങ്കിൽ ഏതാണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ മനുഷ്യനെ പോലും ലാലേട്ടൻ്റെ ഫാനാക്കി മാറ്റിയ ആ ഒരു സിനിമ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അത് മറ്റൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 15 വർഷം മുമ്പ് നമ്മുടെ ബ്ലെസ്സി സംവിധാനം ചെയ്ത് ലാലേട്ടൻ അഭിനയിച്ച ഭ്രമരം എന്ന സിനിമയായിരുന്നു അത്. ആ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി ഞാൻ ഒരു DVD വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വീട്ടിട്ട് കാണാനും ഉണ്ടായിരുന്നു. ആ DVD ആണ് ഞാൻ അയാൾക്ക് കൈമാറിയത്. അത് കണ്ടിട്ടാണ് അയാൾ ലാലേട്ടൻ്റെ ഒരു ഫാനായിട്ട് മാറിയത്. വാട്ട് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ലാലേട്ടൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ്, ഇപ്പോൾ നമ്മുടെ സതയം, കിരീടം പോലുള്ള സിനിമകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഭ്രമരം എന്ന സിനിമയിലാണ്. അസാധ്യ മേക്കിംഗ് ആണ്. പലപ്പോഴും ആ ഒരു എക്സെൻട്രിസിറ്റി ലെവലിലേക്ക് പോണ സമയത്തൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്രേറ്റ്. ഒരിക്കലും നമുക്ക് വേറെ ഒരാൾക്കും അതുപോലെ ചെയ്യാൻ പറ്റില്ല. മലയാള ഫിലിം എന്നല്ല, ഇന്ത്യൻ ഫിലിമിൽ തന്നെ വേറൊരാൾക്ക് അതുപോലെ ഒരു റോള് ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. ഞാൻ വലിയ മോഹൻലാൽ ഫാനൊന്നുമല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു നടൻ്റെയും ഫാനല്ല. പക്ഷേ ഭ്രമരത്തിലെ ലാലേട്ടൻ എനിക്കത് ഒരു വല്ലാത്തൊരു വികാരമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, ആ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ആ പടം കണ്ടിട്ടുണ്ടാവും. ഇടയ്ക്ക് വീണ്ടും കാണാൻ തോന്നാറുണ്ട് ആ സിനിമകൾ. പക്ഷേ നമ്മുടെ ഒരു മലയാളത്തിൻ്റെ ഒരു പുണ്യമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു നടൻ. അതുല്യ പ്രതിഭയാണ്. പക്ഷേ ഈ ഇടയായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു കണ്ണീർ തട്ടിയിട്ടുണ്ട്. ആ ഒരു പഴയ പ്രകടനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടുന്നില്ല. മലയാള സിനിമ ഇനിയും ലാലേട്ടനെ അർഹിക്കുന്നുണ്ട്. ഒരുപാട് നല്ല പെർഫോമൻസ് അദ്ദേഹത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു വറ്റാത്ത പ്രതിഭയിൽ നിന്ന് ഇനിയും നല്ല മികച്ച പ്രകടനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലാലേട്ടന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.